LDFിൻ്റെ വിജയം സുനിശ്ചിതമായതോടെ പണവും കിറ്റും വിതരണം ചെയ്തും മതം പറഞ്ഞ് വോട്ട് പിടിച്ചും ജനഹിതത്തെ അട്ടിമറിക്കാനാണ് UDFും BJPയും ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ ചെലവാകില്ല എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. അതുകൊണ്ട് BJPക്കാരോട് ഞങ്ങൾ പറയുന്നത്, ഈ UDFുമായി ഡീലുണ്ടാക്കി ഏതെങ്കിലും ഒരു സീറ്റ് ജയിക്കാൻ കഴിയുമെന്ന് നോക്കിക്കണ്ട. 91-ൽ BJPയെ വഞ്ചിച്ചവരാണ് UDFുകാർ. അവരിപ്പോ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് പഴയ നിയമത്തിന്റെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെയും കോൺഗ്രസിന്റെ വോട്ട് വിലക്ക് വാങ്ങി ജയിച്ച് അക്കൗണ്ട് തുറന്നതിന്റെ അന്നത്തെ ആഹ്ലാദത്തിൽ ഇന്നും നോക്കുകയാണ്. പക്ഷെ അവർ വഞ്ചിക്കപ്പെട്ടു. ഒരു മതേതര പാർട്ടിയാണ്. ഞാൻ ഒരുപാട് തവണ വ്യക്തമാക്കി. അതെ, അത് അഷ്റഫാണ് പറഞ്ഞത്. അഷ്റഫിനോടാണ് ചോദിക്കുന്നത്. മതേതര പാർട്ടി അല്ല. അതെ, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം. ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ്. അന്ന് ജനങ്ങൾക്കറിയാം. വർഗീയതക്കെതിരാണ് ഞങ്ങൾ. വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഞങ്ങളോട് വെറുതെ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ട് വേണ്ട കാര്യം. ഇന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞത് UDF LDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രിക്കുന്നത് SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായിരിക്കും. പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കും. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും. ഇതിന് രണ്ട് മുന്നണികളും സഹായിക്കുമെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. കൃഷ്ണദാസിന്റെ ഈ പ്രതികരണം ഏപ്രിൽ ഫൂൾ ദിനത്തിൽ നടത്തിയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാമായിരുന്നു. കേരളത്തിൽ 10 വർഷം ഭരണം നടത്തിയ ഇടതുപക്ഷം വർഗീയ കലാപങ്ങളൊന്നും ഇല്ലാതെ, ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങളെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന നാട്ടിൽ വന്നിട്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടാകുമെന്നും ഇവിടെ മതം മാറ്റിയിട്ടായിരിക്കും കലാപം ഉണ്ടാക്കും എന്നും പറയുന്നത് വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോയി കാണും, അവിടെ പോയി പ്രസംഗിക്കും. അവിടെ കോൺഗ്രസും BJPയും രണ്ടു കൂട്ടരും ന്യൂനപക്ഷ വേട്ട നടത്തുന്നവരാണ്. ബുൾഡോസർ രാജിന്